ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷാൻസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഹൽവയാണ്. നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഹൽവ, ബനാന ഹൽവ. ആ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കും. അതുപോലെ അവർക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും കഴിക്കാൻ പറ്റുന്ന, നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോബസ്റ്റാണ്. ഞാൻ നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ റോബസ്റ്റിനെക്കാട്ടിലും നേന്ത്രപ്പഴം വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. കളറും ഒക്കെ ആണെങ്കിലും അതിനാണ് കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറൊക്കെ വരിക. ഇപ്പം ഞാൻ റോബസ്റ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു അര കപ്പ് തേങ്ങ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, പിന്നെ കുറച്ച് ഷുഗർ. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു പാന് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പശു നെയ്യില്ലേ, ആ ഒരു നെയ്യ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലതല്ലേ. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിലിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പാന് നന്നായി ചൂടായാൽ നമുക്ക് ഈ ഒരു നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, നാളികേരം, അതൊരു അരക്കപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ, ഈ ഒരു നാളികേരം എന്ന് പറയുന്നത്. ഇനി ഇത് ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് ഈ അരക്കപ്പ് തേങ്ങ ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളർ ആവുന്ന, കരിഞ്ഞു പോകരുത്, പക്ഷെ ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റോബസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വേറെ റോബസ്റ്റിൻ്റെതായ ടേസ്റ്റില്ല, അത് വരും. പക്ഷെ നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്ക വരട്ടിയതൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരിക. മീൻസ് അതേപോലത്തെ ഒരു ടേസ്റ്റ് വരും. കുറച്ചുകൂടെ ടേസ്റ്റിയാണ് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ. ഇപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് മൂത്ത് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതങ്ങ് വറുത്ത് കോരുക. ഇനി നമ്മൾ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ കറുത്ത മുന്തിരി വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നുവെച്ചാൽ നമ്മൾ ഹൽവയിലൊക്കെ കറുത്ത മുന്തിരിയാണ് അധികം കാണാറ്. അപ്പോൾ നിങ്ങൾക്ക് ആ മുന്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മുന്തിരിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ മുന്തിരി റോസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ശരിയായി, ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ പഴമില്ലേ, ഈ പഴം അതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പഴം ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയില്ലേ, ആ തേങ്ങയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത് വറുത്ത അരിപ്പൊടിയാണ്, ഏത് അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. വറുത്ത അരിപ്പൊടിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ആ അരിപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് അര കപ്പ് പാലാണ് ഞാൻ അതിൽ ഒഴിക്കുന്നത്. അര കപ്പ് പാലും കൂടെ, നമ്മുടെ ആ മെഷറിംഗ് കപ്പില്ലേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു കപ്പിന് അര കപ്പാണ് കേട്ടോ ഞാൻ എടുത്തത്. ആ അര കപ്പ് പാലും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയൊക്കെ ചേർക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ഡാർക്ക് കളർ വരും. അതോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ടീസ്പൂണൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ്. ഞാനതിൽ ഒരു 2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും അത്രേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എടുത്ത സെയിം പാനില്ലേ, ആ പാനിൽ ഇപ്പോൾ അത്യാവശ്യം നെയ്യുണ്ട്. വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂണ് നമ്മുടെ ഏലക്കായുടെ പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ പാത്രത്തിൽ നിന്നൊക്കെ, പിന്നെ നിങ്ങൾക്ക് ഓയിലോ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇതിന് യൂസ് ചെയ്യരുത് കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നന്നായിട്ട് വിട്ട് വരുന്ന ഈ ഒരു പാകമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഗ്ലാസ് ബൗളോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സ്ക്വയറോ അങ്ങനെ ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ അത് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഒരു 45 മിനിറ്റ് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ ഇവിടെ സെറ്റായിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി സെറ്റാക്കി, മീൻസ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. എത്ര നേരം ഒരു 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതൊക്കെ യൂസ് ചെയ്യുന്ന, അതുപോലെ ബ്രൗൺ ഷുഗറൊക്കെ യൂസ് ചെയ്യുന്ന വെച്ചെങ്കിൽ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ ഇവിടെ ഇത് ശരിയായിട്ട് ഓക്കെ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനൊക്കെ. നമുക്ക് ആ പഴത്തിൻ്റെ ടേസ്റ്റ് അരിപ്പൊടിയും പിന്നെ ആ ഒരു ഇതൊക്കെ ഇട്ട കാരണം, മീൻസ് ഏലക്കായുടെ പൗഡറൊക്കെ ഇട്ട കാരണം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.